കുലിക്കല്ലൂർ ഏലംകുളം പഞ്ചായത്തുകളിലെ മപ്പാട്ടുകര പള്ളിക്കടവ് മേൽപ്പാല നിർമ്മാണം വൈകുന്നതിൽ നാട്ടുകാർ പ്രത്യക്ഷ പ്രതിഷേധത്തിനൊരുങ്ങുന്നു. നിയമപരമായ നടപടികൾ പൂർത്തിയാക്കി സർവേ കല്ലുകൾ സ്ഥാപിച്ചു കഴിഞ്ഞ് 6 വർഷം പിന്നിട്ടിട്ടും പാലം പണി ആരംഭിച്ചിട്ടില്ല. ആശുപത്രി, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങി മറ്റ് ദൈനംദിന ആവശ്യങ്ങൾക്കായി 15 കിലോമീറ്റർ ചുറ്റിക്കറങ്ങി പോകുന്ന നാട്ടുകാരുടെ യാത്രാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് മപ്പാട്ടുകര പള്ളിക്കടവ് മേൽപ്പാലം. മലപ്പുറം, പാലക്കാട് ജില്ലകളുമായും പെരിന്തൽമണ്ണ, പട്ടാമ്പി, ഷൊർണൂർ നിയമസഭാ മണ്ഡലങ്ങളുമായും അതിർത്തി പങ്കിടുന്ന തൂതപ്പുഴയുടെ ഇരുകരകളിലെ മപ്പാട്ടുകരയെയും പള്ളിക്കടവിനെയും ബന്ധിപ്പിക്കുന്ന മേൽപ്പാലം എന്ന ജനങ്ങളുടെ ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. തൂതപ്പുഴയ്ക്ക് കുറുകെ പാലം യാഥാർത്ഥ്യമായാൽ ഇരു പ്രദേശങ്ങൾ തമ്മിലുള്ള യാത്രാദൂരം 15 കിലോമീറ്ററിലേറെ കുറയും. പാലത്തിനായി 2007 മുതൽ നാട്ടുകാർ പ്രക്ഷോഭ പരിപാടികളുമായി രംഗത്തുണ്ട്. 2012 പൊതുമരാമത്ത് വകുപ്പ് പാലം വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടപടികൾ ആരംഭിക്കുകയും 2016 ഏപ്രിലിൽ ഡിസൈൻ പൂർത്തീകരിച്ച് നബാർഡിനെ ഏൽപ്പിക്കുകയും ചെയ്തു. ആദ്യ എസ്റ്റിമേറ്റ് പിന്നീട് പുതുക്കി 10 കോടിയാക്കി. പാല നിർമ്മാണത്തിനായി പലതവണ ബജറ്റിൽ സർക്കാർ ടോക്കൺ തുക നീക്കിവച്ചിരുന്നു. പാലത്തിന് ഉചിതമായ സ്ഥലമാണ് മപ്പാട്ടുകര പള്ളിക്കടവ് പ്രദേശമെന്ന് ഉദ്യോഗസ്ഥരുടെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിട്ടുമുണ്ട്. എന്നാൽ 6 വർഷം പിന്നിട്ടിട്ടും നിർമ്മാണം ആരംഭിച്ചിട്ടില്ല. അതായത് ചെലവ് കൂടാതെ കണ്ടിട്ട് കൂടുതൽ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന അവസ്ഥ ഈ ഭാഗത്താണുള്ളത്. അവിടെ 25 കോടി ഉറുപ്പിക ഉണ്ടായാൽ തന്നെ അവിടെ കഴിയില്ല. സർക്കാരിനും നഷ്ടമാണ്. കാരണം ഇത്തിരി കാശ് അവിടെ വെറുതെ എന്തിനു വേണ്ടി ചെലവഴിക്കണു. അപ്പൊ ഇവിടെ ഇത്തിരി ചെറിയ സംഖ്യ കൊണ്ട് ഇവിടെ പാലോ റോഡ് അപ്പുറം ഇപ്പുറം വന്ന് നിൽക്കുന്നത് കൊണ്ട് ഇതാണ് ഏറ്റവും അനുയോജ്യം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. 8000ഓളം കുടുംബങ്ങൾക്ക് നേരിട്ട് ഉപകാരപ്പെടുന്ന ഇരു പ്രദേശങ്ങളുടെയും വികസനത്തിന്റെ കുതിച്ചുചാട്ടമായേക്കാവുന്ന മേൽപ്പാലത്തിന്റെ നിയമപരമായ നടപടികൾ പൂർത്തിയായി സർവേ കല്ലുകൾ വരെ സ്ഥാപിച്ചു കഴിഞ്ഞു. എന്നാൽ ഭൂമാഫിയയുടെയും മറ്റും ഇടപെടലിനെ തുടർന്ന് പാലം കിലോമീറ്റർ അകലെയുള്ള മറ്റൊരു ഭാഗത്തേക്ക് മാറ്റാനുള്ള നീക്കം നടക്കുന്നതായി നാട്ടുകാർ ആരോപിച്ചു. 3 നിയോജക മണ്ഡലങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു പാലമായിട്ട് ഇത് വന്നാൽ മാറും. ഒന്ന് നമ്മുടെ പെരിന്തൽമണ്ണയിൽ നിന്നുള്ള ഭാഗം, ഒന്ന് പട്ടാമ്പി, ഷൊർണൂരിന്റെ നല്ലൊരു ഭാഗം. അപ്പോൾ ഇങ്ങനെ മാറിക്കഴിഞ്ഞാൽ ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ആശുപത്രി ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന പ്രദേശം എന്ന് പറഞ്ഞാൽ പെരിന്തൽമണ്ണയാണ്. പെരിന്തൽമണ്ണയ്ക്കുള്ള ദൂരം ഈ പ്രദേശത്ത് നിന്ന് ഏകദേശം 15 കിലോമീറ്ററോളം താഴ്ന്നു കിട്ടും. അതുമാത്രമല്ല വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നമ്മൾ പട്ടാമ്പി പെരിന്തൽമണ്ണ ഗവൺമെന്റ് കോളേജ്, അതേപോലെ തന്നെ നമ്മൾ അലിഗഡ് യൂണിവേഴ്സിറ്റി, കുന്നക്കാവ് ഹയർ സെക്കൻഡറി സ്കൂള്, മാരാമംഗലം ഹയർ സെക്കൻഡറി സ്കൂള്, ഇവിടെയുള്ള വിദ്യാർത്ഥികൾക്ക്, വിദ്യാസമ്പന്നരായുള്ള ആളുകൾക്കൊക്കെ ഈ 2 ജില്ലയ്ക്കും കുറുകെ ഈ പാലം വന്നു കഴിഞ്ഞാൽ വളരെയധികം ഉപയോഗപ്പെടും. പാല നിർമ്മാണം ഉടൻ തുടങ്ങണമെന്നാവശ്യപ്പെട്ടും മറ്റൊരു ഭാഗത്തേക്ക് മാറ്റാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രദേശവാസികൾ കർമ്മസമിതി രൂപീകരിച്ചു. അനുകൂല നടപടി ഉടൻ ഉണ്ടായില്ലെങ്കിൽ സമരരംഗത്തിറങ്ങാനാണ് നാട്ടുകാരുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി.